ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം. പ്രിയപ്പെട്ടവരെ, എട്ടാമത്തെ ദശകത്തിൽ 9 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ചെറിയ ചെറിയ ശ്ലോകമായതുകൊണ്ടാണ് വേഗം തീരുന്നുണ്ട്. ഇതിൽ കൂട്ടക്ഷരങ്ങളൊന്നുമില്ല, പദം കുറിക്കാനില്ല, പിന്നെ ചെറിയ ശ്ലോകമല്ലേ, അതുകൊണ്ടാണ്. 9ാമത്തെ ശ്ലോകം. 9ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ വൃത്തം മാറുന്നുണ്ട്. ഉപജാതി എന്നാണ് വൃത്തത്തിൻ്റെ പേര്. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ. വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ. വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ. തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തഃ. തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തഃ. സ്ഥിതേഷു വിശ്വേശ ദധാത ദൃഷ്ടിം. സ്ഥിതേഷു വിശ്വേശ ദധാത ദൃഷ്ടിം. ഇത് പദം മുറിക്കാനുണ്ടോ നോക്കാം. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ. വിലോക്യ ലോകാൻ അഖിലാൻ. അവിടെ മാത്രമേ ഉള്ളൂ. വിലോക്യ ലോകാൻ അഖിലാൻ എന്ന് ചെല്ലാം. വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ. തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തഃ. സ്ഥിതേഷു വിശ്വേശ ദധാത ദൃഷ്ടിം. ഇതിൻ്റെ അർത്ഥം നോക്കാം. അല്ലയോ ജലമധ്യത്തിൽ പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ലോകനാഥ, നിന്തിരിവടി യോഗനിദ്രയിൽ നിന്നുണർന്ന് ജഗത്ത് മുഴുവൻ അങ്ങയിൽ വിലയം പ്രാപിച്ചതായി കണ്ടു. സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുതകളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു. ഭഗവാൻ ഉണർന്നു. കാലമാകുന്ന ശക്തി ഭഗവാനെ ഉണർത്തി. നോക്കുന്ന സമയം ഭഗവാന്റെ ഉള്ളിൽ തന്നെ ഈ ജഗത്ത് മുഴുവൻ, ഇപ്പോൾ പുറത്ത് കാണുന്നത് ഈ ലോകം മുഴുവൻ ഭഗവാന്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിലിരിക്കുന്നത് കണ്ടു. ശരീരമൊന്നുമില്ല, മനസ്സുകൾ മാത്രം, ആ ജീവസ്വരൂപം മാത്രം ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന കണ്ടു. അപ്പോൾ ആ ജീവവസ്തുക്കളിൽ ഭഗവാൻ തൻ്റെ ദൃഷ്ടി പതിപ്പിച്ചു. ഉപനിഷത്വചനം പറയും, സ ഐക്ഷത ലോകാൻ ഉസൃജതേ. ലോകാനസൃജതേ എന്നാ പറയുക. സ ഐക്ഷത, ഒരു നോട്ടം കൊണ്ട് തന്നെ ഈ ലോകത്തെ നിർമ്മിച്ചു. പക്ഷേ കഥാരൂപത്തിലാവുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം. പിന്നെ ഇതൊന്ന് ട്യൂണിൽ ചെല്ലാം. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ. വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ. വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ. തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തഃ. സ്ഥിതേഷു വിശ്വേശ ദധാത ദൃഷ്ടിം. തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തഃ. സ്ഥിതേഷു വിശ്വേശ ദധാത ദൃഷ്ടിം. 10ാമത്തെ ശ്ലോകം. തതസ്ത്വദീയാദയി നാഭിരന്ധ്രാദുദഞ്ജിതം കിഞ്ചന ദിവ്യപത്മം. തതസ്ത്വദീയാദയി നാഭിരന്ധ്രാദുദഞ്ജിതം കിഞ്ചന ദിവ്യപത്മം. നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. ഇതൊന്ന് പദം മുറിച്ച് നോക്കാം. തതഃ ത്വദീയാദയി. തതഃ ത്വദീയാദയി, അതങ്ങനെ തന്നെ വായിക്കാം. തതസ്ത്വദീയാദയി തന്നെ വായിക്കാം. നാഭിരന്ധ്ര കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ട്, പിന്നെ ദുദഞ്ജിതം എന്നുള്ളത്. അപ്പം അങ്ങനെ വായിച്ചാൽ തെറ്റും. നാഭിരന്ധ്രാത് ഉദഞ്ജിതം എന്ന് വായിക്കണം. തതസ്ത്വദീയാദയി നാഭിരന്ധ്രാത് ഉദഞ്ജിതം കിഞ്ചന ദിവ്യപദ്മം. നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. ഈ ശ്ലോകത്തിലും അധികം പദം മുറിക്കാനൊന്നുമില്ല. നാഭിരന്ധ്രാത് ഉദഞ്ജിതം ദിവ്യപദ്മം തന്നെ വായിക്കണം കേട്ടോ. പത്മം ഒന്നും വായിക്കരുത്, പദ്മം തന്നെ വായിക്കണം. സംസ്കൃതത്തിൻ്റെ ഭാഷ എങ്ങനെയോ അതന്നെ നമ്മൾ ചെല്ലണ്ടേ. അപ്പം ഇതിൻ്റെ അർത്ഥം നോക്കാം. അല്ലയോ ഗുരുവായൂരപ്പ, അനന്തരം ഇന്ദിരിവടിയുടെ നാഭിദ്വാരത്തിൽ നിന്ന് തന്നിൽ ലയിച്ച സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും ഒട്ടായിത്തീർന്നതും
അവർണ്ണനീയവും അത്യത്ഭുതവും ആയ ഒരു ദിവ്യപദ്മം, ദിവ്യതാമര ആവിർഭവിച്ചു. ഗുരുവായൂരപ്പ, അങ്ങിങ്ങനെ നോക്കിയല്ലോ, തൻ്റെ ഉള്ളിലേക്ക് നോക്കിയ സമയം ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ദിവ്യമായിട്ടുള്ളതും അത്ഭുതവുമായിട്ടുള്ള ഒരു താമരമൊട്ട് പുറത്തേക്ക് വന്നു. അതിനെയാണ് പദ്മം പറഞ്ഞ താമര, പൽപ്പം അല്ല കേട്ടോ, പദ്മം തന്നെ പറയണം. ഇനി ഇതൊന്ന് ട്യൂണിൽ ചൊല്ലി നോക്കാം. തതത്വദീയാദയിനാഭിരന്ത്രാദേ ഉദഞ്ചിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മൂളായമാനം. തതത്വദീയാദയിനാഭിരന്ത്രാദേ ഉദഞ്ചിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. ഇനി 11ാമത്തെ ശ്ലോകം. തദേതദംബോരുഹ കുഡ്മളം തേ, തദേതദംബോരുഹ കുഡ്മളം തേ കളേബരാത് തോയപഥേ പ്രരൂഢം, കളേബരാത് തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതഃ സ്ഫുരദ്ഭിഃ സ്വതാമഭിർദ്വന്ദ്വമലം ന്യകൃന്ദത്. ബഹിർനിരീതം പരിതഃ സ്ഫുരദ്ഭിഃ സ്വതാമഭിർദ്വന്ദ്വമലം ന്യകൃന്ദത്. ഇതെങ്ങനെയാണ് പദം മുറിക്കുക നോക്കാം. തതേത് 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 തത് ഏതത് എന്നാണ്, അതാണ് തതേത് അംഭോരുഹ ഉഡ്മളം തേ. തതേത് അംഭോരുഹ, തതേതത് തത് ഏതത് എന്നാണ് തതേതത് വരുന്നത്. തതേതത് അംഭോരുഹ ഉഡ്മളം തേ. ഒന്നിച്ച് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിച്ചോളൂ, കുഴപ്പമില്ല. തതേതത് അംഭോരുഹ, അങ്ങനെ വായിക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ തതേതത് അംഭോരുഹ ഉഡ്മളം തേ കളേപരാത് തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതഃ സ്ഫുരദ്ഭിഃ സ്വതാമഭിർദ്വന്ദ്വമലം ന്യകൃന്ദത്. ഇതിലും ബുദ്ധിമുട്ടൊന്നുമില്ല, ആദ്യത്തെ വരിയിൽ മാത്രമേ ഒന്ന് പദം മുറിച്ച് നമുക്ക് ചെല്ലാനുള്ളൂ. അപ്പോൾ അർത്ഥം നോക്കാം. ജഗത് കാരണമായ ഈ താമരമൊട്ട് അവിടുത്തെ ശരീരത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, മുളച്ചു വന്നു. എന്നിട്ട് 4 പാടും പ്രകാശിക്കുന്ന തൻ്റെ കിരണങ്ങളാൽ ആ പ്രകാശം കൊണ്ട് കൂരിരുളിനെ തീരെ ദൂരീകരിച്ചു. ആ പ്രളയമായതുകൊണ്ട് ഇവിടെയും കൂരിരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ കൂരിരുട്ടിനെയൊക്കെ ഈ താമര പുറത്ത് വന്നതോടുകൂടി തൻ്റെ പ്രകാശം കൊണ്ട് കൂരിരുട്ടിനെ ഇല്ലാതാക്കി തീർത്തു. ജഗത്തിൻ്റെ കാരണമാണത്രേ ഈ താമരമൊട്ട്. അപ്പോൾ അതാണ് ഭഗവാന്റെ നാഭിയാണ് ആധാരവും അധിഷ്ഠാനം. ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ അസ്ഥിവാരമൊക്കെ ഇടാറില്ലേ? അപ്പോൾ ഈ ലോകത്തിൻ്റെ അസ്ഥിവാരം ഏതെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ നാഭിയാണ്. നാഭിയിൽ നിന്നുള്ള താമര, അതിൻ്റെ മുകളിലുള്ള താമര, ആ താമര തൻ്റെ ആ അതിദീപ്തമായിട്ടുള്ള അതിപ്രകാശമായിരിക്കുന്ന പ്രകാശം കൊണ്ട് കൂരിരുട്ടിനെ ഇല്ലാതാക്കി തീർത്തു. ഇനി ഇത് ട്യൂണിൽ ചൊല്ലി നോക്കാം. തതേതദംബോരുഹ ഗുഡ്മളം തേ, തതേതത് അംഭോരുഹ ഗുഡ്മളം തേ, തതേതത് അംഭോരുഹ ഗുഡ്മളം തേ കളേബരാത് തോയപഥേ പ്രരൂഢം, കളേബരാത് തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതഃ സ്ഫുരദ്ഭിഃ, ബഹിർനിരീതം പരിതഃ സ്ഫുരദ്ഭിഃ സ്വതാമഭിർദ്വന്ദ്വമലം ന്യകൃന്ദത്, സ്വതാമഭിർദ്വന്ദ്വമലം ന്യകൃന്ദത്. ഇനി 12ാമത്തെ ശ്ലോകം നോക്കാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ, സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ, തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപദ്മജന്മാ വിധിരാവിരാസീത്, സപദ്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധ അഖില വേദരാശിഃ, സ്വയം പ്രബുദ്ധ അഖില വേദരാശിഃ. ഇതെങ്ങനെയാണ് പദം മുറിക്കാം എന്ന് നോക്കാം. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ, ഫുല്ല തന്നെ പറയണം കേട്ടോ, ഫുല്ല അല്ല. ദയവുചെയ്ത് ആ ഫ എന്ന് ആരും ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. അത് സംസ്കൃത ഭാഷയിൽ ഇല്ലാത്ത ഒരു ഉച്ചാരണമാണ്. സംഫുല്ലപത്രേ, നിങ്ങളിപ്പോൾ ബാ എന്നുള്ള ബാ ഉപയോഗിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല.
സംഭുല്ലപത്രേ എന്ന് പറഞ്ഞോളൂ. സംഭുല്ലപത്രേ ഇതരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ. വദ്വീര്യ എന്നുണ്ട്, ഭവത് വീര്യ ആണ് വേണ്ടത്. തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ സ പദ്മജന്മാ വിധി ആവിരാവീസ് വിധി ആവിരാസീത്. സ പദ്മജന്മാ വിധി ആവിരാസീത്. സ്വയം പ്രബുദ്ധ അഖിലവേദരാശി. സ്വയം പ്രബുദ്ധ അഖില വേദരാശി എന്നെഴുതിയിരിക്കുന്നത് സ്വയം പ്രബുദ്ധ അഖില വേദരാശി എന്ന് വേണം ചെല്ലാൻ. ഇനി ഒന്ന് നമുക്ക് ട്യൂണിൽ ചൊല്ലി നോക്കാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ സ പദ്മജന്മാ വിധിരാവിരാസീത്. സ്വയം പ്രബുദ്ധ അഖില വേദരാശി. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ സ പദ്മജന്മാ വിധിരാവിരാസീത്. വിധി ആവിരാസീത്. സ്വയം പ്രബുദ്ധ അഖില വേദരാശി. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ. ഇതളുകൾ വിടർന്നതും അത്യത്ഭുതവും അങ്ങയുടെ യോഗൈശ്വര്യത്താൽ ഉറപ്പിച്ച് നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ സരോജേ, താമരപ്പൂ, സരോജം പറഞ്ഞ താമരപ്പൂവ്, സ്വയം പ്രബുദ്ധ അഖില വേദരാശി, സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടുകൂടിയ സ പദ്മജന്മ വിധി ആവിരാസീത്. പദ്മജന്മ പറഞ്ഞൂടെ, പത്മത്തിൽ ജനിച്ചവൻ, താമരയിൽ ജനിച്ചവൻ, അതാണ് ബ്രഹ്മാവിൻ്റെ വിശേഷണം. വിധി എന്ന് പറഞ്ഞാലും ബ്രഹ്മാവിൻ്റെ പര്യായമാണ്. വിധി, പദ്മജന്മൻ ഒക്കെ ബ്രഹ്മാവിൻ്റെ പര്യായ പദങ്ങളാണ്. പദ്മജന്മ, പദ്മത്തിൽ ജനിച്ച, താമരയിൽ ജനിച്ച ബ്രഹ്മാവ് അങ്ങനെ ആവിർഭവിച്ചു. ആ താമരയിൽ ബ്രഹ്മാവാണ് ആദ്യമായിട്ടുണ്ടായത്. ഭഗവാന്റെ ആദ്യത്തെ മകൻ അല്ലെങ്കിൽ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയും. അതാണ് ബ്രഹ്മദേവൻ എന്ന് പറയുന്ന ആ ദേവൻ. ബ്രഹ്മാവ് എങ്ങനെ ജനിച്ചു എന്ന് നമ്മളോട് കുട്ടികളാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിനാണല്ലോ നമ്മൾ പുരാണങ്ങളും മറ്റു കഥകളുമൊക്കെ കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പറയുന്നു ഭട്ടതിരിപ്പാട്, ഗുരുവായൂരപ്പ, ആ ദിവ്യമായ താമരയുടെ ഉള്ളിൽ നിന്ന് എല്ലാ വേദങ്ങളും അറിഞ്ഞിട്ടുള്ള വിധി എന്ന പേരായ ബ്രഹ്മാവ് പദ്മജന്മൻ അതിൽ നിന്ന് ആവിർഭവിച്ചില്ലേ എന്ന് ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്. ഇനി ഇതിലെന്താ പദം മുറിക്കാനുള്ളത് നോക്കണ്ടേ. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യ ധൃതേ സരോജേ. ഭവത് വീര്യ, ഭവദ്വീര്യ അല്ല, ഭവത് വീര്യ, അങ്ങനെ തന്നെ വായിക്കണം. സരോജേ സ പദ്മജന്മ വിധി ആവിരാസീത്. വിധി ആവിരാസീത്. സ്വയം പ്രബുദ്ധ അഖില വേദരാശി. സ്വയം പ്രബുദ്ധ അഖില വേദരാശി. പ്രബുദ്ധ, നല്ല ബുദ്ധിമാൻ എന്നർത്ഥം. എല്ലാ വേദങ്ങളെയും മനസ്സിലാക്കിയിട്ടുള്ള ആ ബ്രഹ്മാവ് ആ താമര ഇന്ന് പുറത്തു വന്നില്ലേ എന്നാണ് ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ഇനി ഇത് ട്യൂണിൽ വായിച്ചു നോക്കാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ. സ പദ്മജന്മ വിധി ആവിരാസീത്. സ പദ്മജന്മ വിധിരാവിരാസീത്. സ്വയം പ്രബുദ്ധ അഖില വേദരാശി. സ്വയം പ്രബുദ്ധ അഖില വേദരാശി. ഇനി 13ാമത്തെ ശ്ലോകം. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ ത്വമിത്തം ഉത്ഥാപിത പദ്മയോനിഃ. ത്വമിത്തം ഉത്ഥാപിത പദ്മയോനിഃ. അനന്തഭൂമാ മമ രോഗരാശിം. അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി പാതാലയവാസ വിഷ്ണോ. നിരുന്ധി പാതാലയവാസ വിഷ്ണോ. ഇതിലെന്താ പദം മുറിക്കാൻ നോക്കാം. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ ത്വമിത്തം ഉത്ഥാപിത പദ്മയോനിഃ. ത്വമിത്തം
ത്വമിത്തമുത്താപിത എന്നുണ്ട്. മുത്താപിത എന്നല്ല, ത്വമിത്തം ഉത്ഥാപിത പദ്മയോനിഹി അനന്തഭൂമ മമ രോഗരാശിം വിരുന്ധി പാതാലയവാസ വിഷ്ണോ അസ്മിൻ പരാത്മൻ നനു പാത്മകൽപേ ത്വമിത്തം ഉത്ഥാപിത പദ്മയോനിഹി അനന്തഭൂമ മമ രോഗരാശിം വിരുന്ധി പാതാലയവാസ വിഷ്ണോ. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, വിഷ്ണു എന്നാ വിളിക്കുന്ന ഭഗവാനെ. വിഷ്ണു എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നവനെ, മഹാപ്രഭുവായ ഗുരുവായൂരപ്പ, ഈ പത്മകൽപ്പത്തിൽ, പാത്മകൽപ്പം, പത്മമല്ലാട്ടോ, പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അപരിച്ഛേദ്യ മഹാത്മ്യശാലിയുമായ അവിടുന്ന് എൻ്റെ രോഗസമൂഹത്തെ നിവാരണം ചെയ്താലും എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങ് പരബ്രഹ്മസ്വരൂപനാണ്. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭട്ടതിരിപ്പാട് നമുക്ക് പരിചയപ്പെടുത്തുന്നില്ലേ ഗുരുവായൂരപ്പനെ. സാക്ഷാൽ ബ്രഹ്മതത്വം തത്താവദ്ഭാതി ആണല്ലോ പരിചയപ്പെടുത്തുന്നത്. ബ്രഹ്മം തന്നെയാണ് ഇവിടെ ഗുരുവായൂരപ്പനായിട്ട് പ്രകാശിക്കുന്നത്. അതുപോലെ പല പല സന്ദർഭങ്ങളിലും നമ്മൾ മറന്നു പോകാതിരിക്കാൻ, ഗുരുവായൂരപ്പൻ വെറും വിഗ്രഹമല്ല, ഉണ്ടായതൊന്നുമല്ല, ബ്രഹ്മം തന്നെയാണ് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, വിഷ്ണു ഈ പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചു. അപരിച്ഛേദ്യൻ, എങ്ങും മുറിവില്ലാത്തവൻ, മാഹാത്മ്യമുള്ളവൻ, എല്ലാ മഹാത്മ്യവുമുള്ളവൻ ആയ അവിടുന്ന്, ഹേ ഗുരുവായൂരപ്പ, എൻ്റെ രോഗസമൂഹങ്ങളെ നിവാരണം ചെയ്താലും അഖിലവേദര അനന്തഭൂമ മമ രോഗരാശിം എന്നാണ് പറഞ്ഞത്. രോഗരാശി എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങളെയും എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള രോഗങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, പിന്നെ പുറമേയുള്ള ശരീരത്തിലെ രോഗം, ബുദ്ധിപരമായിട്ടുള്ള രോഗം, എല്ലാ രോഗങ്ങളെയും മാറ്റിത്തന്ന് ശരീര മനോബുദ്ധികൾക്ക് നല്ല നൈർമല്യം, പരിശുദ്ധത തന്നരുളയണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മളും എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതല്ലേ. കാഞ്ചീമഠത്തിലെ ചന്ദ്രശേഖര ശങ്കരാചാര്യ സ്വാമികൾ, അദ്ദേഹം ഈ നാരായണീയം വായിക്കുന്നവരോടൊക്കെ പറയുമത്രേ, ഈ ശ്ലോകം 3 തവണ ചെല്ലണം. കാരണം നാരായണീയത്തിൻ്റെ രസം അല്ലെങ്കിൽ സത്ത മുഴുവനും ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് വായിച്ചാൽ, ഇത് പഠിച്ചാൽ എല്ലാ രോഗങ്ങളും മാറും. അനുഭവസ്ഥന്മാരും പറയുന്നുണ്ട്. കൊണ്ട് 3 തവണ ഈ ശ്ലോകം ചെല്ലണം എന്ന് പറയുന്നു. നമ്മൾക്കും അതുപോലെ 3 തവണ ഈ ശ്ലോകം ചൊല്ലിയിട്ട് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തം ഉത്ഥാപിത പദ്മയോനിഃ അനന്തഭൂമ മമ രോഗരാശിം നിരുന്ധി പാതാലയ വാസ വിഷ്ണോ. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തം ഉത്ഥാപിത പദ്മയോനിഃ അനന്തഭൂമ മമ രോഗരാശിം നിരുന്ധി പാതാലയ വാസ വിഷ്ണോ. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തം ഉത്ഥാപിത പദ്മയോനിഃ അനന്തഭൂമ മമ രോഗരാശിം നിരുന്ധി പാതാലയ വാസ വിഷ്ണോ. ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ തൃപ്പാദാരവിന്ദങ്ങളിൽ ഈ ശ്ലോകം, ഈ ദശകം സമർപ്പിക്കുകയാണ്. ഞാൻ എഴുതിയതിൽ തെറ്റൊന്നുമില്ലല്ലോ, ഇങ്ങനെയൊക്കെയല്ലേ അങ്ങ് ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് മുന്നിക്കണ്ണനായ ഗുരുവായൂരപ്പനെ നോക്കി ഭട്ടതിരിപ്പാട് ചോദിച്ചു അത്രേ. ഭഗവാനും വളരെയധികം സന്തോഷത്തോടുകൂടി തലയാട്ടിക്കൊണ്ട്, മയിൽപ്പീലിയൊക്കെ ആട്ടിക്കൊണ്ട്, കാതിലെ കുണ്ടലങ്ങളും അതുപോലെ വനമാലയും മുത്തുമാലയും മഞ്ഞപ്പട്ടും മയിൽപ്പീലിയും ഓടക്കുള്ളും ഒക്കെ ചലിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഭട്ടതിരിപ്പാടിനെ ഒന്ന് കടാക്ഷിച്ചിട്ട് പുഞ്ചിരിയോടുകൂടി സമ്മതം മൂടി എന്നാണ് പറയുന്നത്. വാതാദികളായ ബാഹ്യരോഗങ്ങളും ആന്തരാദികളായ കാമാദി രോഗങ്ങളെയും മാറ്റിത്തരണേ എന്നാണ് രോഗരാശിം എന്നുള്ള പദം കൊണ്ട് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറഞ്ഞത്. ഇതുപോലെ നമുക്കും പ്രാർത്ഥിക്കാമല്ലോ അല്ലേ. എൻ്റെ എല്ലാ രോഗങ്ങളെയും, പുറമേയുള്ള ശരീരവാദ രോഗങ്ങളോ എന്ത് രോഗമോ ആയിക്കോട്ടെ, പുറമേയുള്ള ശരീരത്തിൻ്റെ രോഗങ്ങളെയും അകത്തുള്ള കാമക്രോധാദി രോഗങ്ങളെയും ഗുരുവായൂരപ്പ
അവിടുന്ന് കരുണയോടുകൂടി നോക്കി ഇല്ലാതാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാമല്ലോ. ഭാഗവതം തൃതീയ സ്കന്ധം 8-ാം അധ്യായത്തിൽ 10 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ ദശകത്തിന് ആസ്പദം. ഭാഗവത സംഗ്രഹം അല്ലെങ്കിൽ കുട്ടി ഭാഗവതം എന്നാണ് നാരായണീയത്തെ വിശേഷിപ്പിക്കാറ്. അതുകൊണ്ട് അതും കൂടി നമുക്കൊന്ന് ഓർത്തുകൊണ്ട് വായിച്ചാൽ നമുക്കതിൻ്റെ പുണ്യം കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. എപ്രകാരം ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഓരോരോ ദശകവും സമർപ്പിച്ചോ അതേ ഭക്തിയോടുകൂടി ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്കും സമർപ്പിക്കാം. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ.